ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 6 ഡേ 5 ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ചധികം കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇന്നലത്തെ പോലെ ഒന്നുമല്ല. പ്രധാനമായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷും രതീഷും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു അല്ലേ. ഫിസിക്കൽ അസോൾട്ട് എന്നൊരാൾ പറയലും മറ്റേ ഗേ എന്ന് വിളിച്ച് കളിയാക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ജയിൽ നോമിനേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ റിവ്യൂവിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇവരുടെ രണ്ടാളുടെ ഫൈറ്റിനെ കുറിച്ച് പറയാം. സുരേഷിൻ്റെയും രതീഷിൻ്റെയും ഫൈറ്റിനെ കുറിച്ചിട്ട്. സുരേഷിനെ രതീഷ് എനിക്ക് തോന്നുന്നു 2 ദിവസം മുമ്പാണ് തോന്നുന്നു, രതീഷ് സുരേഷിനെ ഉമ്മ വയ്ച്ചിട്ടുണ്ട്. തുടരെ കവിളിൽ ഇങ്ങനെ ഉമ്മ വയ്ക്കുക നമ്മളൊക്കെ കണ്ടാണ്. അത് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു സന്തോഷം വന്നപ്പോൾ അദ്ദേഹം പോയി ഹഗ് ചെയ്ത് ഉമ്മ കൊടുത്തു എന്നുള്ള രീതിയിൽ അത് വിട്ട് കളഞ്ഞു. പക്ഷേ സുരേഷ് അതിന് കൂടുതൽ ഇങ്ങനെ ഇട്ട് ചൊറിഞ്ഞ് അദ്ദേഹം എൻ്റെ സമ്മതമില്ലാതെ എന്നെ ഉമ്മ വയ്ച്ചു. ഒരു ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരാളുടെ സമ്മതമില്ലാതെ ഉമ്മ വയ്ക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് സുരേഷ് അതിനൊന്ന് കൂടുതലൊന്ന് പൊലിപ്പിച്ചു കൊടുത്തു, ഒരു കഥയാക്കി എടുത്തു. ഇതേപോലെ തന്നെയാണ് പറഞ്ഞത് ജാൻമണി രതീഷിൻ്റെ പിന്നാലെ ഓടി നടന്ന്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതായത് രതീഷിൻ്റെ പിന്നാലെ ജാൻമണി ഓടി നടക്കുന്നതും രതീഷ് ഏട്ടാന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ രതീഷിന് അത് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ രതീഷ് പറഞ്ഞു, എനിക്ക് ജാൻമണീൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നതോ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതോ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് രതീഷ് പറയണ്ടായി. പക്ഷെ ജാൻമണി വീണ്ടും ഇതിങ്ങനെ തുടർന്നപ്പോൾ രതീഷ് എല്ലാം ഡ്രാമയാണല്ലോ. അപ്പോൾ നമുക്കിതിൽ ഏതാണ് ഡ്രാമ ഏതാണ് റിയൽ എന്ന് പറയാൻ പറ്റില്ല. എനിക്കത് ഡ്രാമയായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം ജാൻമണി എനിക്ക് കെട്ടിപ്പിടിച്ചാൽ ഇത്രയും കരഞ്ഞ് എൻ്റെ വീട്ടിൽ ഭാര്യയും കുട്ടികളത് കാണുമ്പോൾ എന്തായിരിക്കും, എൻ്റെ ഇമേജ് എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും കരയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാം ഒരു ഡ്രമാറ്റിക് ഇതിലെടുക്കുന്ന ഒരാളാണല്ലോ രതീഷ്. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആയി. കാരണം ജാൻമണി ഒരു ട്രാൻസ് വുമൺ ആയതുകൊണ്ടാണ് ഇങ്ങനെ അകറ്റി നിർത്തുന്നത്. മറ്റുള്ള ആൾക്കാരുടെ രതീഷ് ഇങ്ങനെ പെരുമാറുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പിന്നീട് അതിനെ എല്ലാവരും വ്യാഖ്യാനിച്ചെടുത്തത്. ആ സമയത്താണ് സുരേഷിന് പോയിട്ട് രതീഷ് കുറേ ഉമ്മ കൊടുക്കുന്നത്. അപ്പോൾ അത് സുരേഷിന് കൺസെൻറ്റ് ഇല്ലാണ്ട് രതീഷ് ഉമ്മ കൊടുത്തു എന്നുള്ളത് വേറൊരു രീതിയിലെടുത്തത്. അപ്പോൾ തനിക്ക് ആരും സമ്മതമില്ലാണ്ട് പോയി കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനൊക്കെ പറ്റും. തന്നെ ആരെങ്കിലും ഉമ്മ വയ്ക്കുമ്പോഴാണ് തനിക്ക് പ്രശ്നം നടന്നതാണ് ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രശ്നം. അതവിടെ നിൽക്കട്ടെ. പിന്നീടാണ് ജയിൽ നോമിനേഷൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ജയിൽ നോമിനേഷൻ്റെ കാര്യം വരുമ്പോൾ ഓരോരുത്തരായിട്ട് ജയിൽ നോമിനേഷൻ പറഞ്ഞ ആദ്യം പവർ ടീമിനാണ് കിട്ടിയത്. പവർ ടീം തീരുമാനിക്കുന്ന ഒരാൾ ജയിൽ നോമിനേഷൻ. ഇപ്പം എല്ലാവരും ആദ്യം നമ്മുടെ ഗബ്രിയൊക്കെ പറഞ്ഞത് ആദ്യമേ തന്നെ രതീഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ അത് എല്ലാവരും കൂടെ തീരുമാനിച്ച അവസാനം ജിൻഡോനെ ജയിലിലേക്ക് അയക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ അങ്ങനെ വന്നിരുന്നു. അതിനുശേഷം എല്ലാവരുടെയും തീരുമാനപ്രകാരം അവിടെയുള്ള എല്ലാ അംഗങ്ങളും ആരെയാണ് ജയിലിലേക്ക് അയക്കുന്നതിൻ്റെ ഏകകണ്ഠമായിട്ട് തീരുമാനിക്കുക. ഏകകണ്ഠമല്ല, മാക്സിമം ആൾക്കാർ ആരാണോ തീരുമാനിക്കുന്നത് അയാളെ ജയിലിലേക്ക് വിടാന്നുള്ളൊരു തീരുമാനം വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരുടെ രതീഷിൻ്റെ പേര് പറയുന്നത്. രതീഷിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സുരേഷിൻ്റെ ഊഴെത്തി. സുരേഷിനോട് പറയുന്നത് ആരാണ് നിങ്ങളിങ്ങനെ ജയിലിലേക്ക് വിടാനായിട്ട് തീരുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ സുരേഷ് രതീഷിൻ്റെ പേര് പറഞ്ഞു. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് ഈ ഉമ്മ വെച്ച കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പൊലിപ്പിച്ചു. അതായത് രതീഷ് എന്നെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു, അത് ഫിസിക്കൽ അസോൾട്ടാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ മകനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യയൊക്കെ ഒന്നും മലയാളം അറിയില്ല, അല്ലെങ്കിൽ മലയാളം അറിയുമെങ്കിൽ അവരെ അവിടെ നിന്ന് വന്ന് അടിക്കുമായിരുന്നു എന്നൊക്കെ. അങ്ങനെ കുറേ രതീഷിനെ ഭയങ്കര ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ശരിക്കും സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പ്രൊവോക്കേഷനൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് അൻസിബ വന്നിട്ട് പറഞ്ഞു, അൻസിബയും രതീഷിൻ്റെ പേരാണ് പറഞ്ഞത്. ജയിൽ നോമിനേഷനിൽ രതീഷ് പോകണം എന്നാണ് അൻസിബ പറഞ്ഞത്. അതിനൊപ്പം അൻസിബ ഒന്ന് കൂട്ടിക്കൊടുത്തു. എന്താ പറഞ്ഞത്, സുരേഷിനെ ഗേ ആയിട്ട് രതീഷ് പറയണ്ടായി. അതായത് സുരേഷിൻ്റെ സ്വഭാവ രീതികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഒരു ഗേ ആയിട്ടാണ് ആർക്ക് രതീഷിന് തോന്നിയതെന്ന് അൻസിബ അവിടെ തുറന്നു പറഞ്ഞു. ശരിക്കും ഈ ഒരു ഇഷ്യൂ ശരിക്കും ഉണ്ടാക്കിയത് അൻസിബയാണ്. കാരണം ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് സുരേഷിൻ്റെ ഇമേജ് എന്താവും, അത് പുറത്ത് പോയി അദ്ദേഹത്തിന് ഫാമിലി ഉള്ളതാണ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് എന്താണ്, എന്തിനാണ് അൻസിബ ഇത് അവിടെ തുറന്നു പറയാൻ പോയത്. അൻസിബയ്ക്ക് ഇപ്പം അത് തുറന്നു പറഞ്ഞുകൊണ്ട് ആണ് ഈ ഒരു ഇങ്ങനെ അതായത് രതീഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും അറിയണത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ലൈവിൽ വന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയാം. ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 24/7 കാണുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ രതീഷ് അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണാം. അതല്ല ഇതിപ്പോൾ എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ ഒന്നും നമ്മളിത് കണ്ടിട്ടില്ല. ഇങ്ങനെ രതീഷ് അൻസിബയോട് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിട്ടില്ല. എഡിറ്റഡ് വേർഷനാണ് നമ്മൾ കാണുന്നത്. ഈ എഡിറ്റഡ് വേർഷനിൽ വന്നിട്ട് അൻസിബ ഇങ്ങനെ പറയുമ്പോൾ മറ്റേ സീനുകൾ, അതായത് അൻസിബയോട് രതീഷ് പറയുന്ന സീനുകളെല്ലാം എഡിറ്റ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ
ഈ പ്രൈം ടൈമിൽ ഇത് കാണുന്ന വ്യക്തികളൊന്നും അൻസിബയോട് രതീഷ് പറഞ്ഞൊന്നും കാണുന്നില്ല. അത് മനഃപൂർവ്വം ബിഗ് ബോസ് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പക്ഷേ അൻസിബ ഇത് നോമിനേഷൻ വരുമ്പോൾ എന്തായാലും ഏഷ്യനെറ്റിന് അത് കാണിച്ചാലേ പറ്റുള്ളൂ അല്ലേ. ആ ഒരു പോർഷൻ കാണിച്ചില്ലെങ്കിൽ അൻസിബ പറയുന്ന കാര്യങ്ങൾ അവിടെ വ്യക്തമാവില്ല. അപ്പോൾ അത് കാണിച്ചപ്പോൾ എന്തായി, ഇയാൾ ഗേ എന്ന് പറഞ്ഞു പറഞ്ഞു. അതിപ്പോൾ ശരി, ഒരു ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ പുറമേക്ക് അത് പോകുമല്ലോ, അദ്ദേഹത്തിൻ്റെ ഇമേജിനെ അത് ബാധിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രതീഷ് ഉമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞുണ്ടാക്കിയത് സുരേഷാണ്. സുരേഷ് ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, ഗേ ആണെന്ന് പറഞ്ഞുണ്ടാക്കിയത് രതീഷിന്. ഈ രണ്ടും നോക്കുകയാണെങ്കിൽ രണ്ടുപേരുടെ ഇമേജ് ഒന്നുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ. ഒരാൾ ഉമ്മ വെച്ച് ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളൊരു ഗേ ആയതുകൊണ്ടാണെന്നുള്ള രീതിയിൽ കുത്തി സുരേഷ്. അതേപോലെ തന്നെയാണ് സുരേഷിനെ തിരിച്ചും രതീഷ് കുത്തിയിരിക്കുന്നത്. രണ്ട് പേരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൽ എല്ലാവരും കൂടെ രതീഷിനെ ഒറ്റപ്പെടുത്തി സുരേഷിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയാലും സുരേഷ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റുണ്ട്. കാരണം അദ്ദേഹത്തിന് കൺസെന്റ് ഇല്ലാണ്ട് കയറി വന്നു ഉമ്മ വെച്ചു എന്നാണ്. പക്ഷെ ആ സമയത്ത് സുരേഷ് അതിനെ എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം തന്നെ എതിർത്തിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു സുരേഷിന്റെ ഭാഗത്ത് ഞാനുള്ളത്. ഇത് സുരേഷ് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസങ്ങളാണ് തോന്നുന്നത് എല്ലാവരുടെ സുരേഷ് വിളിച്ച് പറയുന്നത്. ആ നിമിഷം, അതായത് നമുക്കിപ്പോൾ ഒരു പുരുഷൻ വന്നിട്ട് നമ്മൾ ഉമ്മ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം അപ്പം തന്നെ നമ്മൾ എന്താ കുതിരി മാറാനങ്ങളെ ഉന്തി മാറ്റും അല്ലേ. ഇതൊന്നും ഉണ്ടായില്ല, ചിരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു സുരേഷ്. അത് കഴിഞ്ഞിട്ട് സുരേഷ് തോന്നി ഇതൊന്നും എടുത്ത് അയാളെ ഒന്നും കൂടി ഒന്ന് ട്രിഗർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കാണ് രതീഷിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. അപ്പൊ രതീഷ് ആരും അറിയാതെ തിരിച്ച് ഇയാൾ ഇങ്ങനത്തെ ഒരാളാണോ എന്നുള്ള രീതിയിൽ ഡൗട്ട് രതീഷിന് തോന്നി, രതീഷും പറഞ്ഞു. ഇതിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇത് തുല്യമായിട്ട് രണ്ട് തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ ഇതൊരു സോൾവ് ചെയ്ത് പോകേണ്ട ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇത് രതീഷിന്റെ മേത്തേക്ക് മാത്രമാണ് ആൾക്കാർ കുറ്റം ചുമത്തിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രതീഷ് എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറല്ല. പക്ഷെ ഈ ഒരു സംഗതിയിൽ സുരേഷിനും തുല്യമായിട്ടുള്ള തെറ്റ് പറ്റിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ജയിൽ നോമിനേഷനാണ്. സ്വാഭാവികമായിട്ടും ജിൻഡും രതീഷും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അവിടെ ഉള്ളി തോല് കളയാനുള്ള ഒരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് രതീഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജിൻഡ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ജിൻഡയും രതീഷും തമ്മിൽ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. ജിൻഡോ രതീഷിനെ സഹിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ രതീഷ് ഇങ്ങനെയല്ലേ ഇരിക്കുക. രതീഷ് ഒന്നും കൂടി ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കും. കാരണം രതീഷിനെ എപ്പോഴും സ്ക്രീൻ പ്രസൻസ് കിട്ടണം. അതുപോലെ രതീഷ് ആയിരിക്കണം അതിൽ എന്താ പറയുന്നത്, എല്ലാ പ്രൊമോയിലും രതീഷ് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് അയാൾ മനഃപൂർവ്വം തന്നെ കളിക്കുന്നതാണ്. അയാളുടെ കളിയുടെ സക്സസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അയാളെല്ലാവരും ജയിൽ നോമിനേഷൻ ഇട്ടു, എല്ലാവരും അയാളുടെ പേര് പറഞ്ഞാണ് തല്ലുകൂടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രശസ്തനായി ഉയർന്നു ബിഗ് ബോസിൽ താരമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും എപ്പിസോഡ് അല്ലെങ്കിൽ ഇത്രയും സീസൺസ് കണ്ടിട്ട് ഇതിനകത്തോട്ട് വന്നിട്ടുള്ള ഈ കണ്ടസ്റ്റൻസിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മന്ദബുദ്ധികളെന്നാണ് എനിക്ക് തോന്നുന്നത്. രതീഷിനെ വരുന്നത് രാജാവാക്കി ഉയർത്തേക്കാണ്. ഈവൻ നമ്മളുടെ സിജോ പോലും, സിജോനെ ഭയങ്കര ബുദ്ധിമാനാന്ന് വിചാരിച്ചിരുന്നത്, സിജോ പോലും ഇപ്പോൾ രതീഷിന്റെ പിന്നാലെയാണ്. അപ്പോൾ രതീഷിന്റെ ഗ്രാഫ് ബിഗ് ബോസിൽ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം അതിനൊരു ഉദാഹരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രതീഷിനെ അതുപോലെ തന്നെ സിജോനും ബിഗ് ബോസ് മറ്റേ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു, വഴക്ക് പറയാനാണ് വിളിച്ചത്. അപ്പോൾ രതീഷ് പറയുന്നുണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എന്നെ ഇങ്ങനെ വളരെ മോശമായ രീതിയിലൊക്കെയാണ് ഇവർ പറയുന്നത്, അതുകൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കാൻ താല്പര്യം, ഞാൻ പോവാണ് ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആര് എപ്പോൾ പോകണം എപ്പോൾ വരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് രതീഷ് ഇപ്പോൾ തൽക്കാലത്ത് ഇപ്പോൾ കൊത പറഞ്ഞു. അപ്പോഴും രതീഷിനെ അവിടെ നിന്ന് വിടാൻ താല്പര്യമില്ല. അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ബിഗ് ബോസ് അപ്പോൾ തന്നെ പറയില്ല രതീഷ് എന്നാൽ ക്വിറ്റ് ചെയ്ത് പൊക്കോളൂ എന്ന് പറയും. പക്ഷെ രതീഷിനെ അവിടെ നിർത്തി കളി ഒന്നും കൂടി പൊലിപ്പിക്കാൻ തന്നെയാണ് ബിഗ് ബോസിന്റെ തീരുമാനം. കാരണം ബിഗ് ബോസിന് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ വേണം, എന്നാലേ ഓരോ ദിവസം കണ്ടന്റ് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് രതീഷ് കളിക്കുന്നതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ ബിഗ് ബോസിന്റെ കണ്ടപ്പോൾ തോന്നിയുള്ളത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇവിടെ തീരാണ്. നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.